ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന സംഭവമാണ് പണ്ടായിരിക്കുന്നത്. ഈ കൊള്ളക്കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി പുറത്തു വന്നിരിക്കുന്നു. ഇവരുടെ എല്ലാ ജാമ്യം, ഇതിലെ പ്രതികളുടെ പലരുടെയും ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നിരസിച്ചാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിന് വരുന്നോ എന്നാണ് സുപ്രീം കോടതി രൂക്ഷമായി ചോദിച്ചത്. ഇവർക്കെല്ലാം അപ്പോൾ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ജാമ്യം കിട്ടാനുള്ള വഴി ഏതാ? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതെ സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. ഇതിനകത്തുള്ള ഗുരുതരമായ ആരോപണം എന്താ? ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിറ്റിരിക്കുന്നു എന്നാണ്. ഇത്രയും ദിവസത്തെ അന്വേഷണത്തിന് ശേഷവും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അപ്പം ഇനി ഈ കൊള്ള നടത്തിയ പ്രതികളെല്ലാം പുറത്തു വരുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. CPM-ന് വേണ്ടത് CPM-ൻ്റെ നേതാക്കൾക്കും ഇനി സ്വാഭാവികമായി അവർക്കും പതിയെ ജാമ്യം കിട്ടി അവരെല്ലാം പുറത്തു വരും. അപ്പോൾ CPM ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാതെ അവരെ ഭയന്നായിരുന്നിരുന്നു. കാരണം അവർ വീണ്ടും അവിടെ കിടക്കുകയായിരുന്നു. അന്വേഷണം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അവർ കൂടി ജയിലിൽ പോകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇവർ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഒരു പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കായിരുന്നു. ഇനി ഡീറ്റെയിൽ അത് കോടതിയോട് പറഞ്ഞാൽ മതി. വിശദമായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കും, പ്രാഥമികമായൊരു കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കിട്ടൂലായിരുന്നു ജാമ്യം. അതുപോലും ചെയ്തില്ല. അപ്പോൾ അത് ആരാണ് അതിൻ്റെ പുറകിൽ? മനസ്സിലായോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് അതിൽ കൺസേൺ ഉണ്ട്, ഉത്കണ്ഠയുണ്ട്. കാരണം ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. ഇവരെല്ലാം പുറത്തു വരുവാണ്. കണ്ടീഷൻ കൂടി വന്ന പത്തനംതിട്ട ജില്ലയിൽ കയറുന്നേ പറയുള്ളൂ. പത്തനംതിട്ട ജില്ലയിലല്ലല്ലോ ഇത് വിറ്റിരിക്കുന്നത്. ഇത് വിറ്റിരിക്കുന്ന പുറത്തല്ലേ, കേരളത്തിന് പുറത്താണെന്നാണല്ലോ പ്രാഥമികമായ വിവരം. ഇതെല്ലാം പൂർണ്ണമായി തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഇത്രയും ദിവസമായിട്ട് എന്ത് തെളിവുകളാണ് ശേഖരിച്ചിട്ടുള്ളത്? ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള തെളിവുകളില്ല. അതിനാലുള്ള റിമാൻഡിൽ വിടുന്നത് എന്തിനാ? 2 കാര്യത്തിനാണ്. ഒന്ന്, പുറത്തിറങ്ങി അവർ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ. 2, അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത്. ആ ലക്ഷ്യമല്ല അട്ടിമറിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഉൾക്കൊണ്ടേണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊണ്ടേണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിൽ ആരും ഇല്ലാതെ എത്രയോ കേസുകൾ ഇങ്ങനെ തീരുന്നുണ്ട് തെളിവില്ലാതെ. അതുപോലെ തീരേണ്ട ഒരു കേസാണോ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസ്? അല്ലല്ലോ. അതിനാണ് മറുപടി പറയേണ്ടത്. പറഞ്ഞിരുന്നത് ഈ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് അവരെ ഇപ്പോൾ പിടിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു ജാമ്യം കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ജാമ്യം അല്ലല്ലോ അതിന് വേണ്ടത്. അതിന് മറ്റേ ജാമ്യമല്ലേ വേണ്ടത്. കോടതി പെട്ടെന്ന് നോക്കി പ്രാഥമികമായി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഇപ്പം തന്നെ ജാമ്യത്തിൽ കൊടുക്കണം, അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പോൾ സില്ലിയാണ്, ലഘുവാണ് ആരോപണമെങ്കിൽ അപ്പം തന്നെ കോടതി ജാമ്യം കൊടുക്കും. കാരണം ഇങ്ങനെ നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല ഇത്. ആ നോൺ ബെയിലബിൾ ഒഫൻസിന് ആധാരമായിട്ടുള്ളൊരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പലർക്കും ജാമ്യം കിട്ടണം. പോലീസ് നോൺ ബെയിലബിൾ ഒഫൻസ് ചുമത്തിയാലും കോടതി ചിലർക്ക് ജാമ്യം കൊടുക്കും. ഇത് താഴത്തെ കോടതി കൊടുത്തില്ല, ഹൈക്കോടതി കൊടുത്തില്ല, സുപ്രീം കോടതി ക്രൂരമായി ചോദിക്കുകയും ചെയ്തു. കാരണം അത്ര സീരിയസ് ആണ് കേസ്. എല്ലാ കോടതികളും അത്ര ഗൗരവത്തോടു കൂടിയുള്ള കേസാണ് എന്ന് പറഞ്ഞിട്ട് 90 ദിവസം ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടി പോലും പാർട്ടി എടുത്തില്ല എന്നൊരു വേറെ ഒന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാണ്. അവർ പുറത്ത് വേറെ വല്ല വിവരവും പറഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കന്മാരോട് ക്യൂവിൽ നിൽക്കുന്നവരോട് ജയിലിൽ പോകും. അത്രേ പ്രശ്നമാണ്. അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കോടതി അത് നിരീക്ഷിച്ച് ഒന്നുകൂടി ഗൗരവത്തോടു കൂടി ഈ അന്വേഷണം നടക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അതാണ് ഞങ്ങൾ പറയുന്നത്. അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്
കേരളത്തിലെ പ്രതിപക്ഷം സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ആദ്യം മുതൽ ശബരിമല കൊള്ള കേസിൽ ഞങ്ങൾ ഉയർത്തിയ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടോ? കളവാണ്, ചെമ്പ് വ്യാജ ചെമ്പാണ്, വ്യാജ ദ്വാരപാലക ശില്പമാണ്, അത് കോടീശ്വരന് വിറ്റിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശരിവെച്ചു. 2019 ഒരു കവർച്ച നടന്നു. വീണ്ടും 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി, ഒന്നുകൂടി കക്കാൻ നോക്കി. ഞങ്ങളാ പറഞ്ഞത്, പിന്നീട് അത് കോടതി ശരിവെച്ചില്ലേ. ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ ഒരു വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല.